ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മൾ ചുരിദാറിനൊക്കെ തുണി എടുക്കുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര തുണിയാണ് നമുക്ക് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, 1 മീറ്റർ കൊണ്ട് നമുക്ക് ചുരിദാർ ടോപ്പ് തയ്ക്കാം, അല്ലെങ്കിൽ 1.5 മീറ്റർ കൊണ്ട് തയ്ക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തുണിയുടെ വീതി അനുസരിച്ചാണ് നമ്മൾ ക്ലോത്ത് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ നോർമലി കടയിൽ ചെന്നാൽ എല്ലാവരും ചുരിദാർ ടോപ്പിന് 2.5 മീറ്റർ ക്ലോത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ് പതിവ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും ഹൈറ്റ് കുറവുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വണ്ണം കുറവുള്ള ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും തുണിയുടെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കടയിൽ ചെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലോത്ത് കണ്ടു, അപ്പോൾ ഭയങ്കര വിലയാണത്, ഒരു മീറ്ററിന് 400 രൂപ 500 രൂപ ആ റേഞ്ചിൽ വില വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 2.5 മീറ്റർ ക്ലോത്ത് എടുക്കുമ്പോൾ 1000-ന് മേലെയൊക്കെ പോകും. ഇപ്പോൾ ടോപ്പിന് മാത്രം അത്രയും അത് കോസ്റ്റ്ലി ആകും എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും അത് വേണ്ട എന്നും വെക്കാറുണ്ട്. അപ്പം അങ്ങനെ ചിലപ്പോൾ അത് വീതി കൂടിയ തുണിയാണെങ്കിൽ നമുക്ക് ശരിക്കും അതൊരു 1.25 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ക്ലോത്തൊക്കെ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും വിലയുള്ള നല്ല ഒരു ക്ലോത്ത് കൊണ്ട് ടോപ്പ് തയ്ച്ചിടാൻ പറ്റും. അത്രയും വിലയാവില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും വിലയാവില്ല. അപ്പം ഞാനത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളത് ഈ ടേപ്പിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാനത് പല വീഡിയോസിലും നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ടേപ്പ്. അപ്പോൾ ഇതിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് വലിയ ഈ സൈഡിൽ കാണുന്നില്ലേ, ഈ സൈഡിൽ കാണുന്ന ഇതാണ് നമ്മൾ ഇഞ്ചായിട്ട് എപ്പോഴും പറയുന്നത്. ഇഞ്ച്, ഇത് 1 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പക്ഷേ തുണിക്കടയിൽ ചെന്ന് തുണി മേടിക്കുന്നത് എപ്പോഴും സെൻറ്റിമീറ്റർ മീറ്റർ കണക്കിനായിരിക്കും മേടിക്കുന്നത്, 1.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഈ 1 2 3 4 5 അങ്ങനെ കിടക്കുന്നത് കണ്ടോ, ഇതാണ് സെൻറ്റിമീറ്ററിൻ്റെ ഒരു കണക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. കണ്ടോ, 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 39 ഇഞ്ചാണ് തുണി. ഇഞ്ച് കണക്കിൽ പറയുമ്പോൾ 39 ഇഞ്ചാണ് തുണിയുടെ ലെങ്ത്ത് വരുന്നത്, 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ തുണിയുടെ നീളവും വീതിയും ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതും ഞാൻ ഇതിന് മുമ്പൊക്കെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, എന്നാലും ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ദേ കണ്ടോ, ഈ സൈഡാണ് നമ്മൾ തുണിയുടെ വീതിയായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ തുണിയുടെ വീതി ഇങ്ങനെ നമ്മൾ നീളത്തിൽ ഇങ്ങനല്ലേ മുറിച്ചെടുക്കുന്നത്, ഇതാണ് തുണിയുടെ നീളമായിട്ട് താഴേക്ക് ഇങ്ങനെ വരുന്നത്. കേട്ടോ, താഴേക്ക് ഇങ്ങനെ വരുന്നതാണ് നീളമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ വീതി എന്ന് പറയുമ്പോൾ 2 സൈഡും അല്പം കട്ടി കൂടിയ ഭാഗമായിരിക്കും. ഇതിന് ശരിക്കും തേരുവശം എന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത്. കണ്ടോ, ഈ 2 സൈഡും ഇതുപോലെ ചെറിയ ചെറിയ കുത്തു വീണിട്ടുള്ള കണ്ടോ, ചെറിയ ചെറിയ ഹോൾസ് പോലെ വരുന്ന ഇതാണ് ഇതിൻ്റെ വീതി. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെയുണ്ട്, ഒരു കട്ടി കൂടുതലായിരിക്കും ഈ ക്ലോത്ത് ഈ ഭാഗത്തിന് വന്നിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. ഇങ്ങോട്ട് താഴേക്കാണ് നമ്മൾ നീളം കണക്കാക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണികളെല്ലായ്പ്പോഴും എടുക്കേണ്ടത് ഈ തേരുവശം ഇറക്കമായിട്ട് എടുക്കുക, തേരുവശം താഴേക്ക് വരത്ത, അതായത് ഇറക്കമായിട്ട് ലെങ്ത് വൈസ് എടുക്കുക എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും. നോർമലി നമ്മൾ അങ്ങനെയാണ് തുണി എടുക്കേണ്ടത്. അപ്പം വീതി കൂടിയ തുണിയാണെങ്കിൽ നമുക്ക് ശരിക്കും തിരിച്ചെടുക്കാം കേട്ടോ. അത് ഒരു കറക്റ്റ് വേ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയും അത് കറക്റ്റ് വേ അല്ല എന്നേ പറയുകയുള്ളൂ. എന്നാൽ പോലും നമുക്ക് അത്രയും നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഇങ്ങനെ എടുക്കാം. അതായത് ഇതൊരു വീതി ഭാഗമാണ്, ഇവിടെ നിന്ന് താഴേക്ക് ഇതിപ്പോൾ നല്ല വീതിയുള്ള ക്ലോത്താണ് കണ്ടോ. അപ്പം ഇങ്ങോട്ടേക്ക് നമുക്ക് ലെങ്ത് വൈസ് എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ചുരിദാറിന് ടോപ്പിനുള്ള ക്ലോത്ത് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എത്ര എടുക്കാം എന്ന് ഒന്നും സ്വയം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്നും ഷോൾഡർ തൊട്ട് ഷോൾഡറിൽ ടേപ്പ് വെക്കുക, അവിടെ നിന്നും താഴേക്ക് നിങ്ങൾക്ക് എത്ര ഇറക്കമാണോ, മുട്ടിന് താഴെ വരെയാണെങ്കിൽ അങ്ങനെ, അല്ല നല്ല ലെങ്ത് ആണെങ്കിൽ അങ്ങനെ, അതനുസരിച്ച് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വരെ ഇതുപോലെ ടേപ്പ് ഏറ്റവും മുകളിൽ വെച്ചിട്ട് താഴേക്ക് അളന്നെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ ഈ ഷോൾഡർ ഭാഗത്ത് നിന്നും, ഷോൾഡർ പോർഷനിൽ നിന്നും താഴേക്ക് എത്ര ലെങ്ത് ആണ് വേണ്ടതെന്ന് മെഷർ ചെയ്തെടുക്കുക. അവരവരുടെ കറക്റ്റായിട്ടുള്ള ഒരു ചുരിദാറിൽ നിന്നും മെഷർ ചെയ്തെടുക്കുക. കണ്ടോ, ഇവിടെ ഇപ്പോൾ 37.5 ഇഞ്ചാണ്
കണ്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത്. സെൻറ്റിമീറ്റർ അല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഇഞ്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 37.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് എന്തായാലും താഴെ മടക്കി തയ്ക്കാൻ, മുകളിൽ മടക്കി തയ്ക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സീം അലവൻസ് കൂടി ഒരു 2 ഇഞ്ച് കൂടി നമുക്ക് എക്സ്ട്രാ ഇടാം. ക്ലോത്ത് എടുക്കുമ്പോൾ അങ്ങനെ തീർത്തും കറക്റ്റായിട്ടല്ലല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് 2 ഇഞ്ച് കൂടി. അപ്പോൾ നമുക്കൊരു 40 ഇഞ്ച് ലെങ്ത് എന്ന് കണക്കാക്കാം. അപ്പോൾ ഈ 40 ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് ഫ്രണ്ട് സൈഡ് മാത്രമാണ്, മനസ്സിലായോ? ഒരു സൈഡ് മാത്രമാണ്. നമുക്ക് ബാക്കിൽ ഇതുപോലൊരു പോർഷനുണ്ട്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും കൂടി നമുക്ക് ഒരു 80 ഇഞ്ച് ആണ് ക്ലോത്ത് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കിവിടെ മറിച്ചിട്ട് ടേപ്പിൻ്റെ മറുസൈഡിൽ നോക്കാം. ഇവിടെ ഇഞ്ചും സെൻറ്റിമീറ്ററും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ വാങ്ങിക്കുമ്പോൾ നമ്മളെപ്പോഴും സെൻറ്റിമീറ്റർ കണക്കിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 40 ഇഞ്ച് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. കണ്ടോ, 102 സെൻറ്റിമീറ്റർ, അതായത് 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഒരു 2 സെൻറ്റിമീറ്ററും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം നമ്മൾ 40 + 40 ഫ്രണ്ടും ബാക്കും ഉണ്ടല്ലോ. അപ്പം 102 + 102. അപ്പോൾ ഏകദേശം 2 മീറ്റർ, 2.10 എന്ന് കണക്കാക്കാം. അല്ലെങ്കിൽ 2.10 വരില്ല, 2.5 മതി. 2.5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലോത്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2.10 അത്രയുമാണ് നമുക്ക്. 2 മീറ്റർ 10 സെൻറ്റിമീറ്ററാണ് ക്ലോത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് ഈ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ ഈ സ്ലീവിന് ഇതുപോലെയുള്ള ചെറിയ സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഈ 2 മീറ്റർ ക്ലോത്തിൽ നിന്ന് തന്നെ സ്ലീവ് മുറിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മൾ തുണി മടക്കിയിട്ടിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ ഈ പോർഷൻ ഷേപ്പിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലോത്ത് എക്സ്ട്രാ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഹാഫ് സ്ലീവ് ആണെങ്കിൽ, ഇതുപോലെയുള്ള ചെറിയ സ്ലീവ് ആണെങ്കിൽ, അതായത് ഒരു 5 ഇഞ്ച് വരെ ഇറക്കം വരുന്ന സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഈ 2.10 നിന്ന് തന്നെ നമുക്ക് സ്ലീവിനുള്ള ക്ലോത്ത് കൂടി കിട്ടും. അതല്ല നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണം, അല്ലെങ്കിൽ 3/4 വേണം, അങ്ങനെയുള്ളവരാണെങ്കിൽ അതനുസരിച്ച്, അതായത് ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഒരു 3/4 മീറ്റർ കൂടിയൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ വേണ്ടി വരും കേട്ടോ ക്ലോത്ത്. അതനുസരിച്ച് അര മീറ്ററോ 3/4 മീറ്ററോ എക്സ്ട്രാ എടുത്തുകൊള്ളുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ 2 മീറ്ററാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്ത് ഈ കണക്ക് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും 36 ഇഞ്ച് വീതിയൊക്കെയുള്ള ക്ലോത്ത് ആണെങ്കിൽ ഈ ക്ലോത്തൊക്കെ കണ്ടോ, ഇത് നമ്മുടെ നൈറ്റി പീസും അതുപോലെ നോർമലി വാങ്ങിക്കുന്ന ക്ലോത്തൊക്കെ 36 ഇഞ്ചൊക്കെ ആയിരിക്കും വീതി വരുന്നത്. അപ്പോൾ 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ ഈ ക്ലോത്ത് കണ്ടോ, ഇത് ശരിക്കും 35 ഇഞ്ച് വീതി വരുന്ന ക്ലോത്താണ്. ഈ ക്ലോത്ത് ആണെങ്കിലാണ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ്, അതായത് 2 മീറ്റർ വേണം എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും 35 ഇഞ്ച് വീതി വരുന്ന ക്ലോത്താണ് കണ്ടോ. അപ്പോൾ ഈ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് അനുസരിച്ച് 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ ക്ലോത്ത് വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചുരിദാറിൻ്റെ താഴത്തെ ഭാഗത്തെ ഈ വീതി ഉണ്ടല്ലോ, ഈ താഴത്തെ പോർഷനിലുള്ള വീതി, അപ്പോൾ ആ വീതി കൂടി ഒന്ന് മെഷർ ചെയ്യുക നിങ്ങൾ എടുത്തിരിക്കുന്ന ചുരിദാറിൽ നിന്നും. അപ്പോൾ അത് ചുരിദാറിൽ നിന്ന് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്നില്ല, തയ്ക്കാത്ത ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് അറിയണം എന്നില്ല ഇവിടുത്തെ വീതി എത്ര എടുക്കും എന്നുള്ളത്. ഇതേ കണ്ടോ, 24 ഇഞ്ചാണ് ഈ ഒരു പീസിൻ്റെ വീതി വന്നിട്ട് വരുന്നത്. ഫ്രണ്ട് പീസിൻ്റെ വീതി വന്നിട്ട് 24 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 24 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി എടുക്കാം. കാരണം ഇവിടെ മടക്കി തയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു 26 ഇഞ്ചെന്ന് കണക്കാക്കാം. എല്ലാവർക്കും ഇതായിരിക്കണം എന്നില്ല, ചിലർക്ക് ഇതിൽ കൂടുതലാവാം, ചിലർക്ക് ഇതിൽ കുറവുമാവാം കേട്ടോ. അപ്പോൾ ഈ 35 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ മെഷർ ചെയ്ത അനുസരിച്ചുള്ള 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ ക്ലോത്ത് കൊണ്ട് തികയും. കാരണം ഇത്രയും ഇത് 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ തന്നെ നമ്മൾ എടുക്കണം. കാരണം ഇതിനതേ വീതി വന്നിട്ട് നമുക്ക് 26 ഇഞ്ചാണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് താഴത്തെ അതിൻ്റെ ആ വീതി. അപ്പോൾ ഏകദേശം ബാക്കി നമുക്ക് സ്ലീവിനൊക്കെ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 35 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിൻ്റെ സ്ഥാനത്ത് ഈ ക്ലോത്ത് ആണെങ്കിൽ, ഈ ക്ലോത്തിൻ്റെ വീതി കണ്ടോ, ഇവിടെയാണ് തേരുവശം വരുന്നത്. ഈ ക്ലോത്തിന് 45 ഇഞ്ചോളം വീതി വരുന്ന ക്ലോത്താണ് കേട്ടോ. ഏകദേശം സാരിയുടെയൊക്കെ ആ വീതി, സാരിക്ക് മിക്കവാറും 44-46 ആ ഒരു രീതിയായിരിക്കും. ഇത് 44 ഇഞ്ച് വീതി വരുന്ന ക്ലോത്താണ് വീതി ഭാഗം കൊണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഈ ക്ലോത്ത് എന്ത് ചെയ്യാമെന്നറിയാമോ, ഈ നേരെ ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു തേരുവശം താഴെയും ഒരു തേരുവശം മുകളിലുമായിരിക്കും വരുന്നത്. അങ്ങനെയായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത് കണ്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ താഴെ എടുത്ത വീതിയില്ലേ 26 ഇഞ്ച് എന്നുള്ളത്, ആ 26 ഇഞ്ച് നമ്മൾ ഇവിടെ ഒന്ന് മെഷർ ചെയ്താൽ കണ്ടോ. അപ്പം നമ്മുടെ ആ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആ മെഷർ ചെയ്ത 26 ഇഞ്ച് നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഈ വീതി ഭാഗത്ത് ഇങ്ങനെ മെഷർ ചെയ്തു. അപ്പം പിന്നെ ഇത് ഫ്രണ്ട് പോർഷൻ, അപ്പോൾ നമുക്ക് ബാക്ക് പോർഷനിൽ ഒരു 26 ഇഞ്ച് കൂടി വേണം. അപ്പോൾ അത്രയും കൂടി മെഷർ ചെയ്തു ഇങ്ങനെയും കൂടി കണക്കാക്കിയാൽ
ഇത് എത്ര ക്ലോത്ത് വരും എന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് രണ്ടായിട്ട് ദേ ഇവിടം വരെയാണ് വരുന്നത്, ഇവിടം വരെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റിമീറ്ററിലുള്ള ആ മെഷർമെൻറ്റ് ടേപ്പ് എടുത്ത് നോക്കാം, എത്ര നീളം, എത്ര ക്ലോത്ത് നമുക്ക് വേണ്ടി വരും എന്നുള്ളത്. കണ്ടോ, ഇത് ഏകദേശം 66 സെൻറ്റിമീറ്ററാണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡും കൂടി, ഫ്രണ്ടും ബാക്കും കൂടി നമുക്ക് 132 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്റർ 32 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ട് സൈഡും കൂടി നമുക്ക് 132 സെൻറ്റിമീറ്റർ ആണ് ക്ലോത്തിൻ്റെ അളവെടുക്കേണ്ടത്. അതായത് 132 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ 32 സെൻറ്റിമീറ്റർ. നമുക്ക് ക്ലോത്ത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊരു 1.5 മീറ്റർ ക്ലോത്ത്, ഈ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് 1.5 മീറ്റർ ക്ലോത്ത്, അതായത് ഇത്രയും ക്ലോത്ത്, ഇങ്ങനെയായിരിക്കും നമ്മൾ ചുരിദാർ കട്ട് ചെയ്യാനായിട്ട്. തേങ്ങണ്ട നിങ്ങൾക്ക് ടേബിൾ ആയതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല, തുണിയുടെ ആ വിട്ട് വന്നിട്ട് ഇത്രയും ക്ലോത്ത് മതി, ഏകദേശം 1.5 മീറ്റർ ക്ലോത്ത് മതി. അതുപോലെ തന്നെ നമുക്കിത് 4ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ ചെറിയ സ്ലീവ് ആണെങ്കിൽ, ഏകദേശം 5 ഇഞ്ച് വരെ ലെങ്ത് വരുന്ന സ്ലീവ് ആണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവിനുള്ള ക്ലോത്ത് കിട്ടും. അധികം വണ്ണമില്ലാത്ത ആൾക്കാരാണെങ്കിൽ, നല്ല 40 എബോവ് ഒക്കെ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കിട്ടാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് നമുക്ക് ഇത്രയും ലെങ്ത് നമുക്ക് എന്തായാലും 46 ഇഞ്ച് നീളമാണ് നമുക്കിതിന് കിട്ടുന്നത്. ഇത്രയും ലെങ്ത് നമുക്ക് ആവശ്യം അത്ര നീളമുള്ള ആൾക്കാർക്കേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴത്തെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവിനുള്ള ക്ലോത്ത് കിട്ടും. നമ്മളൊരു 1.5 മീറ്റർ ക്ലോത്ത് എടുത്താൽ എനിക്ക് തോന്നുന്നു സുഖമായിട്ട് 3/4 സ്ലീവ് പോലും ഇത്രയും വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ശരിക്കും 1.5 മീറ്റർ ക്ലോത്ത് എടുത്താൽ മതി, 45 ഇഞ്ച് വീതി വരുന്ന തുണിയാണെങ്കിൽ. ഇതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നത്, എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളത്. ഈ ക്ലോത്ത് ഇതുപോലെ തന്നെ നമ്മൾ 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ മാത്രം നമുക്ക് 2.25 മീറ്റർ ക്ലോത്തിൻ്റെ ആവശ്യം വരികയുള്ളൂ. ഇതിലും ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അതനുസരിച്ചിട്ട്, അതായത് ഞാനിപ്പോൾ എടുത്ത മെഷർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. അതിലും ഹൈറ്റ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് തുണി കുറച്ചെടുത്താൽ മതി. ഇതുപോലെ വീതി കൂടിയ തുണിയാണെങ്കിൽ ശരിക്കും കുറച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ 36, 38, 40 ആ വീതിയിലുള്ള ക്ലോത്തുകളൊക്കെ തന്നെയും വരും. നമ്മൾ നോർമലി ചുരിദാറിന് കട്ട് ചെയ്ത് മേടിക്കുന്ന തുണികളൊക്കെ തന്നെയും 40 ഇഞ്ച് വീതി വരുന്നവയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലോത്ത് എടുക്കുന്നതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ വർഷം നിങ്ങൾ തുണി എടുക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതനുസരിച്ച് നിങ്ങളുടെ ഒരു ചുരിദാർ വെച്ച് മെഷർ ചെയ്ത് നോക്കി ഒന്ന് വാങ്ങി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവും എന്നും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വർഷം തുടങ്ങുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.